എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നെജി, കിബ, അക്കമൊരു പട്ടിക്കുട്ടി അവര് മൂന്നുപേരും ഇപ്പൊ ബോധം കെട്ട് വീണ് കിടക്കാണ്. ഷിനോ അവരെ മൂന്നുപേരെയും എടുത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തും. എന്നിട്ട് എല്ലാ ഷിനോബികളോടും അവിടുന്ന് മാറി നിൽക്കാൻ പറയും. ഹിനട്ട ഓടി വന്ന് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് ഷിനോ പറയും, വില്ലന്മാര് അവരെന്തോ ഒരു സ്പെഷ്യൽ ജിപ്സ് ഉപയോഗിച്ച് ഇവരുടെ സോള് അത് കൊണ്ടുപോയി. ഒരു പക്ഷേ ഇവരുടെ ബോഡിയില് ഇപ്പൊ വൈറ്റ് സെറ്റ്സും ഉണ്ടാവാം. സോ എല്ലാവരും ദൂരേക്ക് മാറി നിൽക്ക്. ഷിനോ പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ആ വില്ലന്മാരെ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ ഇവരെ തിരികെ കൊണ്ടുവരാനാവൂ. ഹിനട്ട ഉടനെ അവർ രണ്ടുപേരെയും വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്യും. അവള് പറയും, ഇവരുടെ ബോഡിയില് ചക്ര ഫ്ലോ തീരെയില്ല, മാത്രമല്ല ഇവരുടെ ഹാർട്ട് ബീറ്റും കുറഞ്ഞു വരികയാണ്. അത് കേട്ട് ഷിനോ അവൻ ഷോക്കാവും. ഷിനോ പറയും, ഇങ്ങനെ പോവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവര് മരണപ്പെടും. സോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്ത ചോച്ചിയും ഷിക്കമരും അവര് ബോധം കെട്ട് മറ്റൊരു ഭാഗത്ത് വീണ് കിടക്കാണ്. അവിടെ ഈനോ ആണെങ്കിൽ മെഡിക്കൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് അവരെ ഹീൽ ചെയ്യാൻ കഴിയോ എന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈനോയ്ക്ക് മനസ്സിലാവും അവരുടെ ബോഡിയിൽ ഇപ്പൊ ചക്ര ഫ്ലോ ഇല്ല. അപ്പോൾ ഷിനോബി ചോദിക്കും, ഞാൻ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കാർപ്പ് ടീമിനെ അവരെ കൂട്ടിക്കൊണ്ടുവരട്ടെ. അതിനവള് പറയും, അതുകൊണ്ട് കാര്യമില്ല, ഇവരെ വില്ലന്മാര് അവരുടെ ഗെഞ്ചിപ്സൂല് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരെ കണ്ടുപിടിച്ച് ആ ലോക്ക് തകർത്താലേ ഇവരെ തിരികെ കിട്ടൂ. അവളിപ്പോ അവരുടെ രണ്ടുപേരുടെയും കൈയെടുത്ത് അവളുടെ നെഞ്ചിൽ വെക്കും. എനിക്ക് വേറെ വഴിയില്ല, എന്റെ ചക്ര പവർ അത് ഞാൻ ഇവരുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യാണെന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ പവർ അതങ്ങനെ പാസ് ചെയ്യാൻ തുടങ്ങും. ആ ഷിനോബി പറയും, അയ്യോ വേണ്ട വേണ്ട, അത് വലിയ അപകടമാണ്. ഒന്നല്ല, രണ്ടുപേർക്കാണ് നീ ഇപ്പോ നിന്റെ ചക്ര പവർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താ നിന്റെ ജീവനാണ് അത് ഏറ്റവും വലിയ ആപത്തായി മാറുക. അവള് പറയും, എനിക്ക് വേറെ വഴിയില്ല, ഇവിടെ മെഡിക്കൽ ആയിട്ട് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവളിപ്പോ അവളുടെ ചക്ര പവർ അവർക്ക് പാസ് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഷിനോ ആണെങ്കിൽ അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് അവന്റെ ചക്ര പവർ അത് അവർക്ക് മൂന്ന് പേർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിന് ഹിരട്ട പറയും, നോ, ഒരിക്കലും നീ ഇത് ചെയ്യരുത്. നിന്റെ മുഴുവൻ ചക്രയും അവർ അബ്സോർബ് ചെയ്തെടുത്താ നിനക്ക് നിന്റെ ജീവൻ നഷ്ടാവും. പക്ഷെ ഷിനോ അവനത് കേൾക്കാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും വീണ്ടും അവന്റെ ചക്ര പവർ അവർക്ക് കൊടുത്തു കൊണ്ടേയിരിക്കും. ഉടനെ ഹിനട്ട അവളിപ്പോ ഇത് ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കാനായിട്ട് അവിടേക്ക് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ അവനൊരു പ്രത്യേക സെക്യൂരിറ്റി ആരും കണ്ടുപിടിക്കാത്ത ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് സെക്യൂരിറ്റീസും ചക്ര പവറൊക്കെ വെച്ച് അവനത് കവർ ചെയ്യും. അതിനുശേഷം നമ്മുടെ ആൾക്കാരുടെ സോളിനെ അവനവിടെ ലോക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവർ ചുറ്റും നോക്കും, എന്താ സംഭവിക്കണേ, ഇവിടെ എന്താ സംഭവിക്കണേ, നമുക്ക് എന്താ പറ്റിയേ? അപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് കബൂട്ടോ റീആനിമേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ സൗണ്ട് നിഞ്ചകള് അവരെയും അവിടെ തന്നെ ആയിരിക്കും കബൂട്ടോ ലോക്ക് ചെയ്യുക. നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കും. അപ്പൊ മുകളിലായിട്ട് ആ 4 വില്ലന്മാര്. ഷിക്കമര് പറയും, നമ്മൾ ഏതോ ഒരു ജിപ്സൂല് ഇപ്പൊ ലോക്കായി കിടക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അതേ സമയത്ത് ആ സൗണ്ട് നിഞ്ചകള് അതിലാ ടയുയ പറയും, നമ്മൾ വീണ്ടും ഇവരോട് തോറ്റുപോയോ? ഇത് നമ്മുടെ 3ാമത്തെ ചാൻസ് ആണ്. ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പ സാക്കോൺ വില്ലൻ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി വിളിച്ചു പറയും, നിങ്ങൾ എല്ലാവരും ഇവിടെ പെട്ടുപോയിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിനെ ഒരു പ്രത്യേക ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവര് ഷോക്കാവും. കിബ ചോദിക്കും, ഞങ്ങളുടെ ആത്മാവിനെയോ? അപ്പം ഞങ്ങൾ 4 പേരും ഓൾറെഡി മരിച്ചു പോയോ? അപ്പൊ ഷിക്കമരു അവൻ നെജിയോട് പറയും, നെജി, നീ എത്രയും പെട്ടെന്ന് നമ്മളുടെ ബോഡിയിലെ ചക്ര ഫ്ലോ അത് കറക്റ്റായിട്ട് ഫ്ലോ ആവുന്നുണ്ടോന്ന് അസസ് ചെയ്യ്. ഉടനെ നെജി അവൻ പുറകിലേക്ക് പോയി അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചെക്ക് ചെയ്യും. അവൻ പറയും, എല്ലാം കറക്റ്റ് ആണ്, നമ്മുടെ ചക്ര ഫ്ലോയ്ക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. നെജി ആ ബാരിയർ അത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്കാൻ ചെയ്യും. പക്ഷെ അതിന് നല്ല കട്ടിയാണ്, അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ടും അവനെ കൊണ്ട് സ്കാൻ ചെയ്യാൻ കഴിയില്ല. ഷിക്കമര് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. അതിനുള്ള വഴിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴേക്കും ആ 4 സൗണ്ട് നെഞ്ചകള് അവരിപ്പോ വീണ്ടും നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരും ഇപ്പൊ തിരികെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും ഇപ്പൊ ഓരോ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അടിയിടി ബഹളം. ഷിക്കമൊരു ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ആ തടിയനെ അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടു പോവും. ഷിക്കമൊരു പറയും, ഈനോ ഇല്ലാതെ ഫൈറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴായിരിക്കും കിട്ടമാരു അവനൊരു അമ്പെടുത്ത് ഇപ്പൊ ചോച്ചി എയിം ചെയ്യുക.
അത് ചോച്ചിയുടെ ക്ലോസ് എത്തുമ്പോ നമ്മുടെ ഷിക്കമരു അവൻ ചോച്ചിയെ തൂക്കിയെടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടും. കിബ പറയും നമ്മുടെ ഫിസിക്കൽ അറ്റാക്ക് അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്ങനെ ഈ ബാരിയർ തകർക്കും എന്നാണ് ഒരു പിടിയും കിട്ടാത്തത്. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഷിക്കമര് പറയും നമ്മൾ എത്ര തവണ അവരെ കൊന്നാലും അവർ വീണ്ടും വീണ്ടും റീആനിമേറ്റഡായി വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ വെച്ച് നമുക്ക് അവരെ കൊല്ലാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും നമ്മുടെ ജീവൻ പണയപ്പെടുത്തി കഴിഞ്ഞ തവണത്തെ പോലെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. മറ്റെന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്താം. അപ്പൊ വില്ലെത്തി അവള് പറയും നിങ്ങളിനി എന്തൊക്കെ ചിന്തിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഞങ്ങളിപ്പോ ഇമ്മോർട്ടൽസ് ആണ്. ഞങ്ങളെ തോൽപ്പിക്കാനോ കൊല്ലാനോ നശിപ്പിക്കാനോ നിങ്ങളെ കൊണ്ടാവില്ല. ഷിക്കമര് പറയും ഇവർക്ക് ജോനിയൻ ലെവൽ പവറാണ്, മാത്രമല്ല അവരിപ്പോ ഇമ്മോർട്ടലാണ്. അതുപോലെ തന്നെ ഈ ഒരു ബാരിയർ അതെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ കാര്യവും നമുക്കറിയില്ല. കിബ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇവരിവിടെ സംസാരിക്കുന്ന കാണുമ്പോ ടയുയെ വില്ലത്തിക്ക് അവൾക്ക് ഒരുപാട് ദേഷ്യം വരും. അവൾ നിലവിളിച്ചു പറയും മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അതല്ല എങ്കിൽ ഞങ്ങളുടെ യഥാർത്ഥ പവർ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ 4 പേരും ചേർന്ന് അവരുടെ സമരൻ ജിപ്സോ അത് ക്രിയേറ്റ് ചെയ്യും. അവരുടെ 4 പേരുടെയും സമരൻ ആനിമല് അത് ക്രിയേറ്റ് ആയി ഇപ്പൊ പതിയെ പതിയെ അവിടേക്ക് ഉയർന്നു പൊങ്ങും. ആ സമരൻ ആനിമൽസ് അവറ്റകളിപ്പോ നമ്മുടെ ആൾക്കാർ റൗണ്ടേ നിൽക്കും. ഇപ്പൊ ഷിക്കമരുവിനോട് ചോദിക്കും ഷിക്കമരു ഇനി സമയമില്ല, ഇനി എന്താ നമ്മൾ ചെയ്യുക? അതിനാവും പറയും കഴിഞ്ഞ തവണ നമ്മളെല്ലാവരും ജീവൻ പണയപ്പെടുത്തിയാണ് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി മരണത്തോട് മല്ലടിക്കേണ്ടി വന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കിബ പറയും നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, അന്നത്തെ പോലെ തന്നെ ജീവൻ പണയപ്പെടുത്തി ഫൈറ്റ് ചെയ്യണം. നെജി ആണെങ്കിൽ ഇപ്പൊ കിബയെ സപ്പോർട്ട് ചെയ്യണം. അതെ, നമ്മൾ ഓരോരുത്തരും ഓരോ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും തോൽപ്പിച്ച് വീണ്ടും ഇവിടുന്ന് രക്ഷപ്പെടാനാവൂ. അപ്പൊ ഷിക്കമരു അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് ഷിക്കമരു പൊട്ടിക്കരയാണ്. അത് കണ്ട് അവന്റെ പപ്പ പറയും നീ വെറും ഒരു വിഡ്ഢിയെ പോലെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഷിക്കമരു അവസാനമായിട്ട് അച്ഛന് വാക്കു കൊടുക്കും എന്തൊക്കെ സംഭവിച്ചാലും ഞാനിനി കരയില്ല, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഞാൻ പിടിച്ചു നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഷിക്കമരു അവൻ നമ്മുടെ ആൾക്കാരോട് പറയും നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ശരി, ഞാൻ തന്നെയായിരിക്കും ഇത്തവണയും നിങ്ങളെ കമാൻഡ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം അതൊന്നേ ഉള്ളൂ, ഇവരെ തകർത്ത് എങ്ങനെയെങ്കിലും തിരികെ ബാറ്റിൽ ഫീൽഡിൽ എത്തുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനെ കാണിക്കും. അവനാണെങ്കിൽ ഒരു കൂട്ടം ഷിനോബികളുടെ കൂടെ അങ്ങനെ ഓടി വരികയാണ്. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും അതിലൊരു ഷിനോബി അവൻ വൈറ്റ് സെറ്റ്സും ആണ്. കുട്ടപ്പനുടനെ കൈ ചുരുട്ടി ഒരൊറ്റ ഇടി കൊടുക്കും. അവൻ തകർന്ന് ഒരു മരമായി മാറും. അതിനുശേഷം ബാക്കിയുള്ള ഷിനോബികളോട് ഇപ്പൊ ബൈ പറഞ്ഞ് കുട്ടപ്പൻ അവൻ നെജി ഷിക്കമരു ചോച്ചി കിബ അവരെ ലക്ഷ്യമാക്കി ഇപ്പൊ അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈനോച്ചി ആളിപ്പോ ഈനോയായിട്ടും ഷിനോ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആള് പറയും അവർ 4 പേരും ഒരു ഗെൻജിപ്സുല് ലോക്കായി കിടക്കാണ്. ആ സ്റ്റോൺ ജിപ്സു അതിൽ ടച്ച് ചെയ്താൽ മാത്രമേ ഇവരുടെ ഗെൻജിപ്സു അത് ബ്രേക്ക് ചെയ്ത് അവർക്ക് തിരികെ വരാൻ കഴിയൂ. ഞാൻ എങ്ങനെയെങ്കിലും അവരോട് 4 പേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈനോച്ചി ഒരുപാട് ആലോചിച്ച് ഇപ്പൊ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഷിക്കമരു പറയും അവരെ 4 പേരെയും ഒരു ബാരിയറിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ ബാരിയറുള്ള ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂ. കട്ട് ചെയ്താ ഇവിടെ ചോച്ചി അവനിപ്പോ അവന്റെ സൈസ് അത് വലുതാക്കും. ചോച്ചി ആണെങ്കിൽ ആ ജിറോബു അവനെ തകർക്കാനായിട്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഓരോരുത്തരായിട്ട് അവരവരുടെ എനിമീസിനെ അവരെ ലക്ഷ്യമാക്കി അവരെ തകർക്കാൻ അങ്ങനെ ഉഷാറായിട്ട് ചാടി ഓടും. അങ്ങനെ 2 ടീമും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. കട്ട് ചെയ്ത ആ കിട്ടമാരു അവനിപ്പോ നമ്മുടെ ആൾക്കാരോട് പറയും ഒന്നുകിൽ ഞങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ ഇവിടെ മരിക്കും, അല്ലെങ്കിൽ ഇനിയും ചക്ര ഫ്ലോ അത് നഷ്ടമായി ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് നിങ്ങൾ അവിടെ മരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളുടെ മരണം സംഭവിച്ചാൽ മതി, പിന്നെ നിങ്ങൾക്ക് തിരികെ പോകാനാവില്ല. പിന്നീട് നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.